പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 19-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാണ് ഈ മാസത്തിന്റെ മറ്റൊരു വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ പുതിയ ആഴ്ചവട്ടക്കാലം ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ ജോലി ചെയ്യുവാൻ, പഠിക്കുവാൻ, യാത്ര ചെയ്യുവാൻ, ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, അങ്ങനെ നമ്മുടെ സമസ്ത മേഖലകളിലും അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 8 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. നോഹയുടെ കാലത്തെ ജലപ്രളയം ക്രൈസ്തവ ലോകത്തിന് മാത്രമല്ല, അവിശ്വാസികളിലും അക്രൈസ്തവരിലും നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ വർഷങ്ങളിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാറി മാറി വരുന്ന പ്രകൃതിയുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഏവരും അറിഞ്ഞും അറിയാതെയും നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. നമുക്കറിയാം, ദൈവം തന്നെ തന്റെ സൃഷ്ടിയെ ഓർത്ത് വിഷമിച്ചു, സങ്കടപ്പെട്ടു. താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ സമൂലം ഇല്ലാതാക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലായിടവും വഷളത്വം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൃപ ലഭിക്കപ്പെട്ടവനായി നോഹയെ ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവം നോഹയോട് പറഞ്ഞതുപോലെ നോഹ അനുസരിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഭൂമിയെയും താൻ സൃഷ്ടിച്ച മനുഷ്യരെയും പക്ഷി മൃഗാദികളെയും സസ്യ ലതാദികളെയും ജീവജന്തുക്കളെയും ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം പദ്ധതിയിടുകയും, എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം ഒരു രക്ഷണ്യ പദ്ധതി ഒരുക്കുവാൻ നോഹയോട് പറഞ്ഞ് ഒരു പെട്ടകം ഉണ്ടാക്കുന്നു. അങ്ങനെ നോഹ അതനുസരിക്കുകയും ദൈവിക പദ്ധതി അനുസരിച്ച് പൂർത്തിയാക്കപ്പെടുകയും ഇതാ 40 രാവും 40 പകലും മഴ പെയ്യത്തക്കവണ്ണം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആകാശത്തിന്റെ ആഴിയുടെ ഉറവകളെ ദൈവം തുറന്നു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതികൂലത്തിന്റെ കാറ്റിൽ കൂടെ മുൻപോട്ട് പോകുന്നു. നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 8 മനുഷ്യരും സകല ജീവജന്തുക്കളിൽ നിന്നും ആണും പെണ്ണുമായി 2 പെട്ടകത്തിൽ വസിച്ചു. എന്നാൽ നാം വചനം വായിക്കുന്നു, 40 രാവും 40 പകലും മഴ പെയ്തു, 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഇതിന്റെ ഒക്കെ മധ്യേ ദൈവം തന്റെ ദാസനെ നോഹയെയും കൂടെ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും ഓർക്കുകയും തക്ക സമയത്ത് കാറ്റടിച്ചു, വെള്ളം നിലച്ചു. 7-ാം അധ്യായത്തിൽ ആഴിയുടെയും
സകല ആകാശ മണ്ഡലങ്ങളുടെയും ഉറവകൾ തുറന്നുവെങ്കിൽ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആ ഉറവകളെ മുഴുവനും അടച്ച് സ്വസ്ഥതയിലേക്ക് വെള്ളം താഴ്ത്തി വന്ന് അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതായും നാം വായിക്കുന്നു. ഈ സംഭവം നമുക്കാർക്കും അറിവില്ലാത്തതല്ല. ഇതിൽ കൂടെ ഈ തിങ്കളാഴ്ച ദിവസം രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, പ്രതികൂലത്തിൽ കൂടെയും പ്രതിസന്ധിയിൽ കൂടെയും ഏതെല്ലാം ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവത്തിൽ കൂടെ കടന്നുപോയാലും എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. കൃത്യസമയത്ത് തമ്പുരാൻ വേണ്ടത് ചെയ്ത് നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആകയാൽ ഈ അതിരാവിലെ നിങ്ങളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു, കൂട്ടായ്മ കൂടുന്നു, കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്നു, കൊടുക്കുന്നു, ചിലവഴിക്കുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു നന്മയില്ലല്ലോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉയർച്ചയില്ലല്ലോ, ഒരു വിധത്തിലും സന്തോഷിക്കാൻ ഒരു വകയില്ലല്ലോ. ഈ നിലകളിൽ നിരാശ ഉള്ളിലുണ്ടോ? സങ്കടം ഉള്ളിലുണ്ടോ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഒരു പക്ഷെങ്കിൽ നടന്നിട്ടുണ്ടാവുകയില്ല. പ്രതീക്ഷിച്ചത് നടന്നില്ല എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായത് പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നും വന്നേക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവയെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ഈ ആഴ്ചവട്ടം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിനരാത്രങ്ങളായി തീരട്ടെ. നന്മയുടെ, സമ്പൽ സമൃദ്ധിയുടെ, ആയുരാരോഗ്യത്തിന്റെ, ദൈവകൃപയുടെ ദിനങ്ങളായി മാറട്ടെ. അതെ, എന്നെയും നിങ്ങളെയും ഓർക്കുകയും നമുക്ക് വേണ്ടി വേണ്ടത് വേണ്ട സമയത്ത് ചെയ്ത് നമ്മളെ സുരക്ഷിതമായ പാളയത്തിൽ എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനമായ ഉൽപ്പത്തി 8:1 കൂടെ നമ്മോട് ഹൃദ്യമായി സംസാരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നാം കടന്നു പോകുന്ന നിരാശാജനകമായ, വേദനാജനകമായ പലതും നാളെയുടെ നന്മയിലേക്ക് തമ്പുരാൻ നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ആകയാൽ നിരാശപ്പെടാതെ, മനം മടുക്കാതെ, പിറുപിറുക്കാതെ, സ്തോത്രത്തോടും പ്രാർത്ഥനയോടും ഈ പുതിയ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കാം. ആരോഗ്യ പ്രയാസങ്ങളാൽ നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടോ? വിവിധ ഡോക്ടേഴ്സിനെ കണ്ട് വിവിധ ചികിത്സകൾ മാറി മാറി അപ്ലൈ ചെയ്തിട്ടും വേണ്ട വിടുതലില്ലാതെ സങ്കടപ്പെടുകയാണോ? ഈ ആഴ്ച ചില നിയമപ്രശ്നങ്ങളുടെ മേൽ നിങ്ങൾക്ക് വിധി കേൾക്കേണ്ടതായിട്ടുണ്ടോ? സാമ്പത്തിക ബാധ്യതകളുടെ മേൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ, അവരുടെ ജോലി കാര്യങ്ങളിൽ, അവരുടെ വിദേശ യാത്ര, അത് പഠനമോ ഉപജീവനമോ എന്തുമായിക്കൊള്ളട്ടെ, കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തണമോ? നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓർക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ സുരക്ഷിതമായ പെട്ടകത്തിന്റെ ഉള്ളിലാണ് പ്രിയമുള്ളവരെ. ഓർക്കണം, ഈ പെട്ടകം ഒഴുകി പൊങ്ങി നടന്നത് അനേകായിരം വിവിധ നിലകളിലുള്ള ശവശരീരങ്ങൾക്കിടയിലൂടെയാണ്, ദൈവിക കോപത്തിനിടയിലൂടെയാണ്. മനുഷ്യർ ചത്തുപൊങ്ങുന്നു, ജീവജാലങ്ങൾ, പക്ഷി മൃഗാദികൾ സകലവും ചത്തൊഴുകുകയാണ്. എന്നാൽ അതിന്റെ മധ്യേ സുരക്ഷിതമായി പെട്ടകത്തിനകത്തിൽ കയറിവരെ പാലിച്ച ഒരു ദൈവം ജീവിക്കുന്നു. ജീവജലത്തിന്റെ ഓരോ ശ്രോതാക്കളും
ഈ ദൈവത്തിന്റെ പെട്ടകത്തിലായിരിക്കണം. അതെ, പ്രതികൂലം നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ഈ സ്വർഗീയ പെട്ടകത്തിനകത്ത് നിങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എന്തും നടന്നുകൊള്ളട്ടെ, എന്തെല്ലാം സംഭവിച്ചു കൊള്ളട്ടെ, നിങ്ങളെ കൃത്യമായി ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്തിൽ വേണ്ട അനുവാദത്തിൽ കൃത്യമായ ആളിനാൽ എത്തിച്ചു തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം. അപ്പാ, നോഹയെ ഓർത്തതുപോലെ ഞങ്ങളെയും നോഹയോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി 7 പേരെ മാത്രമല്ല, ജീവജാലങ്ങളെയും സകലതിനെയും ഓർത്തതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ഓർക്കണമേ, അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. നിശ്ചയമായും ഇന്നത്തെ ദിനം നാം കേട്ട വചനം പോലെ തന്നെ ദൈവം പ്രവർത്തിക്കുന്ന ദിനമാവട്ടെ, ദൈവം ഇടപെടുന്ന ദിനമാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കട്ടെ. അതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. തലകളെ വണക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിന്റെ പുതിയൊരു വർക്കിംഗ് വീക്കിലേക്ക് അടിയങ്ങളെ അവിടുന്ന് പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. യാത്ര ചെയ്യുവാൻ, ജോലി ചെയ്യുവാൻ, പഠിക്കുവാൻ, ഞങ്ങളുടെ ഗ്രഹകാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുവാൻ, എല്ലാറ്റിനും ഈ പുത്തനാഴ്ച പുത്തൻ കൃപ കൊണ്ട് ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ആത്മീയ ചിന്തകൾക്കായി സ്തോത്രം. നോഹയെയും പെട്ടകത്തിലുള്ള സകലതിനെയും ഓർത്ത ദൈവം, അവരെ ഓർത്തപ്പോൾ അവിടുന്ന് കാറ്റടുപ്പിച്ച് മഴയെ ശമിപ്പിച്ച് ആഴിയെയും ആകാശമണ്ഡലത്തെയും സകല ഉറവുകളെയും നിർത്തിച്ച ദൈവം ഇന്ന് ഞങ്ങളെ പരിപാലിപ്പാൻ മതിയായവനാണെന്ന് ഇതാ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾക്കെതിരായുള്ള ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും അപ്പനവിടുന്ന് അടച്ചു കളയണമേ, നിർത്തിക്കളയണമേ, ഇല്ലായ്മ ചെയ്യണമേ. വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനങ്ങളാക്കി മാറ്റണമേ. ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച ഇന്ന് മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമാക്കി ദൈവകൃപയോടെ ഞങ്ങളെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നോഹയുടെ ദൈവം, പൂർവ്വപിതാക്കന്മാരുടെ ദൈവം നമ്മുടെയും ദൈവമാണ്. ആ ദൈവം നമ്മെയും നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തെയും നമ്മുടെ കുടുംബത്തെയും ഓർക്കട്ടെ, പ്രവർത്തിക്കട്ടെ, ഇടപെടട്ടെ. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും നിങ്ങൾക്കേവർക്കും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദൈവം നമ്മെ ഓർക്കുന്ന ദിനവും ആയിത്തീരട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.